പ്യാരെ ദോസ്തോ ആദാബ്. പ്ലസ് ടു ഉറുദു പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും എജ്യുപോർട്ടിൻ്റെ ഉറുദു ക്ലാസ്സിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ പ്ലസ് ടു ഉറുദു എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഗസൽ കെ ബാരെ മേ ആപ്കോ ക്യാ ജാൻതേ. ഉറുദു ഷാഹിരി അസ്നാഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിൻഫാണ് ഗസൽ എന്നത്. ഗസലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെയാണെന്ന് അറിയാം. ഒരു എസ്സേ ടൈപ്പ് ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ ഇത് പഠിക്കുന്നതോടുകൂടെ ഒരുപാട് വൺ വേർഡ് ചോദ്യങ്ങൾക്കും നമുക്ക് ആൻസർ അറ്റൻഡ് ചെയ്യാൻ പറ്റും. കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യാം. ചോദ്യം ഇപ്രകാരമാണ്: ഗസൽ ഉറുദു ഷാഹിരി കേക്ക് ഹാസ് സിൻഫ് സുഹൻ ഹെ. ഗസൽ എന്നത് ഉറുദു ഷാഹിരിക്ക്, ഉറുദു കവിതയുടെ ഒരു ഹാസ്, ഒരു പ്രത്യേക സിൻഫ് സുഹൻ ഹെ, ഒരു ശാഖയാകുന്നു. ഉറുദു ഷാഹിരിക്ക് ആബ്രു ഹെ. ഇത് ഉറുദു കവിതയുടെ ഒരു അഭിമാനമാകുന്നു. ദുനിയാമേ, ഈ ലോകത്ത് ഗസൽ കെ ചാഹ്നെ വാലെ, ഗസൽ കേൾക്കാനും അത് ആസ്വദിക്കുന്നവരൊക്കെ ബഹുത് ഹേ, ഒരുപാടുണ്ട്. ഗസൽ കി ഹുസൂസിയാത് കെ ബാരെ മേ ലിഖിയെ. ഗസലിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ലിഖിയെ, എഴുതിയാലും. അപ്പോൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. വൺ വേർഡ് ചോദ്യങ്ങൾക്കൊക്കെ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, എസ്സേ ടൈപ്പ് ചോദ്യമാണ്. ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് എന്തായാലും വരുമെന്ന് സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഇതൊക്കെ ഗസൽ ഉറുദു ഷാഹിരിക്ക് ആബ്രുഹെ. ഗസൽ എന്നത് ഉറുദു കവിതയുടെ ആബ്രുഹെ, അഭിമാനമാകുന്നു. ഓക്കെ, ഗസൽ ഉറുദു ഷാഹിരിക്ക് ആബ്രുഹെ. ഗസൽ എന്നത് ഉറുദു കവിതയുടെ അഭിമാനമാകുന്നു. അടുത്തൊരു പോയിന്റ് നോക്കൂ. ഗസൽ അറബി ജബാൻ കാ ലഫ്സ് ഹെ. ഗസൽ എന്നത് അറബി ഭാഷയിലെ ഒരു പദമാകുന്നു. ഗസൽ അറബി ജബാൻ കാ ലഫ്സ് ഹെ, അറബി ഭാഷയിലെ ഒരു പദമാകുന്നു. ഗസൽ എന്നതിൻ്റെ മഅ്നാഹിം അർത്ഥം എന്ന് പറയുന്നത്, ഗസലിന്റെ മഅ്നാഹിം അർത്ഥം എന്ന് പറയുന്നത് ഔറത്തോം സേ ബാത്തേം കർന. ഔറത്തോം സേ ബാത്തേം കർന, സ്ത്രീകളോട് സംസാരിക്കുക. ഔറത്തോം സേ ബാത്തേം കർന, സ്ത്രീകളോട് സംസാരിക്കുക. അല്ലെങ്കിൽ ഔറത്തോം കി ബാത്തേം കർന, സ്ത്രീകളെ കുറിച്ച് സംസാരിക്കുക. ഓക്കെ, ഒന്നുകിൽ സ്ത്രീകളോട് സംസാരിക്കുക, ഔറത്തോം സേ ബാത്തേം കർന, അല്ലെങ്കിൽ ഔറത്തോം കി ബാത്തേം കർന, സ്ത്രീകളെ കുറിച്ച് സംസാരിക്കുക. ഇനി നോക്കൂ, ഗസൽ ക അഹം മൗസു. ഗസലിന്റെ അഹം, ഏറ്റവും പ്രധാനപ്പെട്ട, മൗസു എന്ന് പറയുന്നത്, സബ്ജക്റ്റ് അല്ലെങ്കിൽ വിഷയം എന്ന് പറയുന്നത് എന്താണ്? സിർഫ് ഹുസ്ൻ, ഭംഗിയെ കുറിച്ച്, വ ഇഷ്ക്, പ്രണയത്തെക്കുറിച്ചുള്ള ബാത്തേം കർത്തയും, അതിലുള്ള കഥകളാണ് സംസാരിക്കുന്നത്. ഒന്നുകിൽ ഭംഗിയെക്കുറിച്ച്, അല്ലെങ്കിൽ ഇഷ്ക്, പ്രണയത്തെക്കുറിച്ചുള്ള വാക്കുകളാണ് സംസാരിക്കുന്നത്, കഥകളാണ് അതിലൂടെ, കവിതയിലൂടെ അവതരിപ്പിക്കുന്നത്. ഇനി നോക്കൂ, വൺ വേർഡ് ചോദ്യത്തിന് സാധ്യതയുള്ള ചോദ്യമാണ് ഗസൽ കാ പഹ്ലാ ഷിഹർ മത്ലഹ് കഹ്ലാത്താ ഹെ. ഗസലിന്റെ ആദ്യത്തെ വരിക്ക് നമ്മൾ എന്ത് പറയുന്നു? മത്ലഹ് കഹ്ലാത്താ ഹെ. ഗസലിന്റെ ആദ്യത്തെ വരിക്ക് നമ്മൾ എന്ത് പറയും? മത്ലഹ് എന്ന് പറയും. ഗസലിന്റെ ആദ്യത്തെ വരിക്ക് മത്ലഹ് കഹ്ലാത്താ ഹെ, മത്ലഹ് എന്ന് പറയുന്നു. ആഹിരി ഷിഹർ, അവസാനത്തെ വരിക്ക്, ഗസലിന്റെ അവസാനത്തെ വരിക്ക് നമ്മൾ എന്ത് പറയുന്നു? മക്തഹ് കഹ്ലാത്താ ഹെ, മക്തഹ് എന്ന് പറയുന്നു. ആഹിരി ഷിഹറിന് നമ്മൾ എന്ത് പറയുന്നു? മക്തഹ് കഹ്ലാത്താ ഹെ, മക്തഹ് എന്ന് പറയുന്നു. ജിസ്മേ, അവിടെ, ആ ആഹിരി ഷിഹറിനകത്ത് ഷാഹിർ, കവി തൻ്റെ അപ്നാ തഹല്ലുസ് ഇസ്തിമാൽ കർത്താ ഹെ, തൻ്റെ തൂലികാ നാമം ഉപയോഗിക്കുന്നു എന്നാണ്. ആഹിരി ഷിഹറിനെ അവസാനത്തെ വരിയിൽ അപ്നാ തഹല്ലുസ് ഇസ്തിമാൽ കർത്താ ഹെ, തൻ്റെ തൂലികാ നാമം ഉപയോഗിക്കുന്നു. ഓക്കെ അല്ലടാ. ഇനി നോക്കൂ, ജിസ്കെ ദോനോ മിസ്ർ, അതിൻ്റെ ഓരോ ഈ രണ്ട് വരികളിലും, ജിസ്കെ ദോനോ മിസ്രോമേ, അതിൻ്റെ ഓരോ ഈ രണ്ട് വരികളിലും ഹം കാഫിയ ഔർ ഹം റദീഫ് ഹോത്തയും, ഹം കാഫിയയും ഹം റദീഫും കടന്നു വരുന്നു. നമുക്കറിയാം, ഒരു ഗസൽ കേൾക്കുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ, ദിലേ നാദാൻ തുജേ ഹുവാ ക്യാ ഹേ, ആഹിരിസ് ദർദ് കി ദവാ ക്യാ ഹേ. ഇനി നോക്കൂ, ദിലേ നാദാൻ തുജേ ഹുവാ ക്യാ ഹേ, അവിടെ ഹുവാ ക്യാ ഹേ, ആഹിരിസ് ദർദ് കി ദവാ ക്യാ ഹേ, ഹുവാ ക്യാ ഹേ, ദവാ ക്യാ ഹേ. ഇങ്ങനെ തുടങ്ങുന്നുള്ള ഇത്തരം ക്യാ ഹേ അവസാനിക്കുന്ന ഇത്തരത്തിലുള്ള പദങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക? റദീഫ് എന്ന് പറയാം. ഇനി റദീഫിന് തൊട്ട് മുമ്പ് വരുന്ന ഹുവാ ദവ ഹമ്മ വാസ് അൽഫാസുകൾ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? കാഫിയ എന്ന് പറയാം. അപ്പോൾ ജിസ്കെ ദോനോ മിസ്രമേ, ഗസലിന്റെ ഓരോ ഈ രണ്ട് വരികളിലും ഹം കാഫിയയും ഹം റദീഫും ഒത്തയും, ഹം കാഫിയയും ഹം റദീഫും കടന്നു വരും. ഇനി നോക്കൂ, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഉറുദു ഗസൽ ഗോ ഷുറ. ഗസൽ എഴുതുന്ന ആളുകളുണ്ട്. ഉറുദുക്കെ ഗസൽ ഗോ ഷുറ എന്ന് പറഞ്ഞാൽ ഗസൽ എഴുതുന്ന ആളുകളുണ്ട്. അവരിൽ മീർ തക്മീർ, അതുപോലെ ഓലിബ്, ജിഗർ മുറാദാബാദി, നാസിർ കാസിമി, ഷക്കീൽ ബദായുനി, അല്ലാമ മുഹമ്മദ് ഇക്ബാൽ, വായറ തുടങ്ങിയവർ ബഡി അഹ്മിയത്ത് രഖ്തേഹൻ, വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നവരാണ്. ഉറുദുക്കെ ഗസൽ ഗോ ഷുറ, ഗസൽ എഴുതുന്ന ആളുകളാണ് മീർ തക്മീർ, ആലിബ്, ജിഗർ മുറാദാബാദി, നാസിർ കാസിമി, ഷക്കീൽ ബദായുനി, അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. ഓക്കെ, വായറ ബഡി അഹ്മിയത്ത് രഖ്തേഹൻ തുടങ്ങിയവർ വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നു. ഗസൽ ഗലോഗാരോം ഹി,
ഗസൽ ഗലോകാറോമേ, ഗസൽ പാടുന്ന ആളുകളുണ്ട്. ഇവരൊക്കെ എഴുതിയിട്ടുള്ള ഗസലുകൾ പാടുന്ന ആളുകളുണ്ട്. ഗസൽ ഗലോകാർ എന്നാണ് ഉറുദുവിൽ നമ്മൾ പറയുക. അവിടെ ആരൊക്കെയാണ് വരുന്നത്? മുഹമ്മദ് റഫി, അതുപോലെ പങ്കജ് ഉദാസ്, ഹരിഹരൻ, ജഗജീത് സിംഗ്, അതുപോലെ ഉലാം അലി, മെഹദി ഹസൻ, വൈറ ബഹുത്ത് മഷ്ഹൂറെ തുടങ്ങിയവർ വളരെ എന്താണ് പ്രശസ്തരാണ്. ആരൊക്കെയാണ് ഗസൽ ഗലോകാർ? ഗസൽ പാടുന്ന ആളുകൾ ആരൊക്കെയാണ്? മുഹമ്മദ് റഫി, പങ്കജ് ഉദാസ്, ഹരിഹരൻ, ജഗജീത് സിംഗ്, ഉലാം അലി, മെഹദി ഹസൻ, വൈറ ബഹുത്ത് മഷൂറെ. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഗസലിനെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എസ്സേ ടൈപ്പ് ചോദ്യങ്ങളും അതുപോലെ വൺ വേർഡ് ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് ഗസൽ എന്നത്. ഓക്കെ ബൈ, നമുക്ക് വീണ്ടും കാണാം. സബ്കോ ശുക്രിയ.